ദിനം പ്രതി ക്യാൻസർ രോഗികൾ കൂടുന്നു. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, അത് കഴിയുമ്പോൾ പിന്നെ എന്ത്? എന്നാൽ ഇതിനൊരു പരിഹാരവുമായിട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ഡോക്ടർ അരുൺ കുമാർ, നാനോ കാർഡിയോളജിസ്റ്റ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഹൃദ്രോഗികളെ പോലെ തന്നെ ക്യാൻസർ രോഗികളും അതുപോലെ കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നു, നാനോ വഴി പുതിയ ടെക്നോളജി വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ല എന്ന് വിചാരിച്ച് പാലിയേറ്റീവ് കെയറിലോട്ട് പോകുന്ന രോഗികൾ ഒത്തിരിയാണ്. പക്ഷേ ഇപ്പോൾ അവർക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് വന്നിരിക്കുന്നത്, നാനോ ടെക്നോളജി. അപ്പോൾ ഇതുവഴി എങ്ങനെയാണ് ഇങ്ങനെയുള്ള രോഗികളെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? ഇപ്പം നമുക്കറിയാം, ഇന്ന് ഹൃദ്രോഗമാണ് ഇന്ത്യയിൽ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ നമ്മൾ ഒരു കില്ലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം അത് ക്യാൻസറാണ്. ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓൺ ദ റൈസാണ് ക്യാൻസർ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവരെ ലൈഫ് മോഡ് ഓഫ് ലൈഫ് തന്നെ അങ്ങ് ചേഞ്ച് ആയി പോകും. പലവരും ഡിപ്രസീവ് സ്റ്റേറ്റിലോട്ട് പോവും. ചിലവർ ഇപ്പം എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ചിലർ രക്ഷപ്പെടും, ചിലവർ രക്ഷപ്പെടാറില്ല. അങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ തന്നെ കുറേ റിലേറ്റീവ്സ് തന്നെ യങ് ഏജിൽ തന്നെ ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയി. ഇപ്പം നേരത്തെ ഡിറ്റക്ട് ചെയ്താൽ പോലും എന്താണ് ക്യാൻസർ, വാട്ട് ഈസ് ക്യാൻസർ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട് ഈസ് ക്യാൻസർ, എന്താണ് ക്യാൻസർ? ഒരു സിംഗിൾ ലൈനിൽ പറയുകയാണെങ്കിൽ ക്യാൻസർ ഇസ് ദ ഡിസീസ് ഓഫ് ദ ജീൻ. ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ജനിത ഘടകങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു അസുഖത്തെയാണ് അർബുദം എന്ന് പറയുന്നത്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ, തീർന്ന്. അതൊരു ജനറ്റിക് രോഗമാണ്. അപ്പോൾ പാരമ്പര്യമായി നമുക്ക് കിട്ടുമെന്നാണോ ഡോക്ടർ? പാരമ്പര്യമായിട്ട് ഒരാൾക്ക് അമ്മയ്ക്കോ അച്ഛനും ക്യാൻസർ വന്നാൽ മകന് വരാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ മോൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ചിലപ്പം വേറെ ഒരു 3-4 ജനറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീൻസിൽ വരണ മാനിപ്പുലേഷൻ. ഇപ്പം തന്നെ നമുക്കൊരു ക്യാൻസർ സപ്രസർ ജീൻ എന്ന് പറയും, P52. ആ ജീന് ക്യാൻസർ സപ്രസ് ചെയ്തില്ലേ ക്യാൻസർ വന്നിരിക്കും. ചിലവർ നമുക്കറിയാം, എത്ര സ്മോക്ക് ചെയ്താലും CA ലങ്, മീസിയോതെലമ, ഭയങ്കര പെയിൻഫുൾ ഡെത്താണ്. സ്മോക്ക് ചെയ്തവർക്ക് വരാം, പക്ഷേ ചിലവർ അന്നേരം സ്മോക്ക് ചെയ്താൽ വരാറില്ല. സ്മോക്ക് ചെയ്യാത്തവർക്ക് വരാം. എനിക്ക് നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ പരിചയപ്പാക്കാർ ഒന്നും സ്മോക്കിംഗ് ഒന്നുമില്ല, മരണപ്പെട്ടു പോയി. അതേപോലെ തന്നെ മദ്യപാനം, ഇതെല്ലാം ഫൈനലി അടുത്തുണ്ട്. ഇതെല്ലാം DNA ബേസ്ഡാണ്. നമ്മൾ തന്നെ ഒരു സ്പേമെന്നും എഗ്ഗെന്നും 2 DNA ഫ്യൂസ് ചെയ്ത് വരുന്നതാണ് നമ്മൾ ആക്ച്വലി ഇത്രയും നമ്മൾ മോർഫോജെൻസിസ് എന്ന് പറഞ്ഞൊരു വലിയ ഏരിയയാണത്. ഭയങ്കര നമുക്കത് അത്രയും സ്റ്റഡി ചെയ്യാൻ പറ്റിയിട്ടില്ലായിരിക്കും. ഇപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ക്യാൻസർ, അതാണ് നമുക്ക് പല ക്യാൻസർ. ഇപ്പം തന്നെ CA പാങ്ക്രിയാറ്റിക് ക്യാൻസർ വന്നാൽ പിന്നെ സർവൈവൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകാം. സർവൈവൽ റേറ്റ് വളരെ കുറവാണ്. ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് ബ്രെയിനിലുള്ള ഒരു ട്യൂമറാണ്. അത് വന്നാൽ ഭയങ്കര ഡെത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ട്, വളരെ യങ്ങായിട്ടുള്ള ഇപ്പം തന്നെ നമുക്കറിയാം. അല്ല, അപ്പോൾ ഡോക്ടർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നത് ഈ ഒരു ബ്രെയിൻ ട്യൂമർ വന്ന് വളരെ യങ് ഏജിൽ തന്നെ മരിച്ചു പോയ ഒരാളെ കുറിച്ചാണ്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് അല്ല. ശരിയാണ്, ബ്രെയിൻ ഡെത്ത് മരണപ്പെടുമ്പോൾ വേണമാണ്. നമ്മുടെ ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്ട്രോസൈറ്റോമ, ഗ്ലയോബ്ലാസ്റ്റോമ എന്നൊക്കെ പറഞ്ഞാൽ ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൂടുതലും ചെറുപ്പക്കാരാണ്. വളരെ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്കറിയാം, വളരെ ഇപ്പോൾ ക്വാഡ്രിപ്ലീജിക്കായി കൈകാലെടുക്കാൻ പറ്റാതെ വളരെ നമുക്കൊരു പത്തറ്റിക് ലെവലാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഡെത്തൊക്കെ. പ്രത്യേകിച്ച് യങ് പേഷ്യൻ 25-30 വയസ്സായ, പ്രത്യേകിച്ച് തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട്. പിന്നെ ഏകദേശം വളരെ യങ് പുള്ളി, ഒരു 30-35. അങ്ങനെ പലവരും തന്നെ. പിന്നെ നമ്മളൊരു സാറിൻ്റെ മോളൊക്കെ അങ്ങനെ എൻജിനീയേഴ്സൊക്കെ വളരെ ഡെത്ത്. പക്ഷേ അതിനൊന്നും ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ കൂടുതൽ അത് സ്പ്രെഡ് ചെയ്യാറില്ല. ബ്രെയിൻ ട്യൂമർ മാത്രമാണ് സ്പ്രെഡ് ചെയ്യാത്തത്. പക്ഷേ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. എത്ര നമ്മൾ സർജറി ചെയ്താലും കീമോ ചെയ്താലും വളർന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു മാക്സിമം ഒരു 3-4 കൊല്ലം. CA പാങ്ക്രിയാസ്, മീസിയോതെലമ, ലങ് ക്യാൻസർ ഭയങ്കര പെയിൻഫുള്ളാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്യാൻസർ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ വിഘടിക്കണമെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 10,000 കണക്കാണ്, വളരെ ഫാസ്റ്റ് 10,000 കണക്കാണ്. അപ്പോൾ അത്രയും എല്ലാ കോശങ്ങൾക്കും നമ്മൾ സെൽസിനും നമുക്ക് ഓക്സിജൻ കിട്ടണം. അതാണ് നമ്മൾ ക്യാൻസർ പേഷ്യൻസ് ഭയങ്കര വിഷമവും ഭയങ്കര ക്ഷീണവും കാണുന്നത്. ഭയങ്കര ഒരു പെയിൻഫുൾ കണ്ടീഷൻ. ക്യാൻസർ രക്ഷപ്പെടുന്നവരുണ്ട്. അത് ചിലവർക്ക് ഏർലി ഡിറ്റക്ട് ചെയ്താലും പക്ഷേ റിലാപ്സ് വരാം. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓങ്കോജീൻസ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓങ്കോജീൻസ്. വാട്ട് ഇസ് ദ കോസ് ഓഫ് പറഞ്ഞാൽ ക്യാൻസർ കോസിങ് ജീൻസ്. അത് നമ്മളെ ബോഡിയിൽ എല്ലായിടത്തും ഉണ്ട്. അത് ഏകദേശം 80s അവസാനം 80s ഡോക്ടർ ഹാരോൾഡ് വാർമസും മൈക്കിൾ ബിഷപ്പും കൂടെയാണ് അത് കണ്ട് അവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്. ഡോക്ടർ ഹാരോൾഡ് വാർമസ് എല്ലാ അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും അഡ്വൈസറും ഇപ്പോഴും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ ഒക്കെ ഡയറക്ടർ ഒരാണ്. അപ്പം ഈ ഓങ്കോ ജീൻസിനെ സപ്രസ് ചെയ്ത് നിർത്തുക, അതാണ് ട്യൂമർ സപ്രസർ ജീൻ എന്ന് പറഞ്ഞത്. ഇതൊക്കെ എല്ലാം DNA ലെവലിലാണ് കളിക്കുന്നത്. അപ്പം
ഈ ഒരു DNA ഒരു വിട്ട് എന്ന് പറഞ്ഞാൽ 5 to മാക്സിമം ഒരു 5 to 10 നാനോമീറ്റർ. അപ്പോൾ DNA ലെവലിൽ കളിക്കാൻ നാനോ ടെക്നോളജി ഉള്ളു. നാനോ ടെക്നോളജി 10⁻⁹. DNA കിടക്കുന്നത് പറഞ്ഞാൽ നമ്മൾ -9 ലെവലിലാണ്, പറഞ്ഞാൽ മുടിനാരിൻ്റെ 1,00,000 അംശത്തിലാണ്. അതുകൊണ്ടാണ് ക്യാൻസർ നാനോ ടെക്നോളജി, നാനോ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ പുതിയൊരു ഏരിയ തന്നെ അതിപ്പോൾ ഡെവലപ്പ് ചെയ്ത്. അതെന്ന് പറഞ്ഞാൽ പല പല ഏരിയാസ് തന്നെ അതിലുണ്ട്. ഇതിനോട് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പം ഡെൻഡ്രിമേഴ്സ് എന്ന് പറയും. ഡെൻഡ്രിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നാനോ റോബോട്ടാണ്. നാനോ റോബോട്ട് എന്ന് പറഞ്ഞാൽ 10⁻⁻, നമുക്ക് കാണാനേ പറ്റൂല. ഇപ്പം തന്നെ നാനോ ഡയമണ്ട് വരും, നമ്മുടെ ബോഡിക്ക് കമ്പാക്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നാനോ ഗോൾഡൊക്കെ കൊണ്ട് അത് ഡെവലപ്പ് ചെയ്തിട്ട് നല്ല ഓരോ ഒരു മുള്ളലി പോലത്തെ ഇങ്ങനെ ഒരു ഹെഡ്ജ് ഹോഗ് പോലത്തെ ഇങ്ങനെ ഒരു മുള്ളമ്പത്തി പോലത്തെ ഒരു നാനോ ബോട്ട് എന്ന് പറയും, നാനോ റോബോട്ടാണ്. വളരെ അതിന് ഓരോരോ സ്പൈക്കുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു സ്പൈക്കിൽ ഫോളിക് ആസിഡ് റിസപ്റ്റർ വെച്ചിട്ടുണ്ട്, വേറെ സ്പൈക്കിൽ ആൻറ്റി ക്യാൻസർ ഡ്രഗ്, പല പല ഡ്രഗ്സും ഉണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ ബോഡിയിൽ ഇത് ഏകദേശം 10,000 നാനോ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ബയോ കമ്പാക്റ്റബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു സാധാരണ ഇഞ്ചെക്ഷൻസ് മാത്രമേ ഉള്ളൂ, നാനോ ഇഞ്ചെക്ഷൻസ് എന്ന് പറയുന്നത്. അതിനെ തന്നെ നമുക്ക് അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്തിട്ട് ഇത് നമ്മൾ ബോഡിയിൽ എവിടെയാണ് ക്യാൻസർ ഉള്ളത് അവിടെ പോയിട്ട് ഓരോ ക്യാൻസർ കോശങ്ങൾക്കും ഈ ഫോളിക് ആസിഡിന് ഭയങ്കര അഫിനിറ്റിയാണ്. അതിൽ കറക്റ്റ് വന്ന് അതിൽ വന്ന് കടിച്ചിരിക്കും. അതിൻ്റെ ഒരു ഫുഡാണ് ആക്ച്വലി ആ ഫോളിക് ആസിഡ് കറിയും. കറക്റ്റ് ആ ക്യാൻസർ കോശങ്ങളെ മാത്രം സെല്ലാണ് നമ്മുടെ കോശങ്ങൾ, ആ ക്യാൻസർ കോശങ്ങൾ തൊട്ടടുത്ത ആൻസർ ക്യാൻസർ ഡ്രഗാണ് അതിനങ്ങ് കൊല്ലും. അങ്ങനെ ഓരോ ക്യാൻസർ കോശങ്ങളെയും. അപ്പം അത് ഏത് സ്റ്റേജിലുള്ള ക്യാൻസർ ഇതിനായിരിക്കും അത് സ്പ്രെഡ് ചെയ്താലും 4th സ്റ്റേജ് ആയാലും കുഴപ്പമില്ല, മെറ്റാസ്റ്റസിസ് ആയാലും കുഴപ്പമില്ല. 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പല പല അവയവങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യുമ്പോഴേ 4th സ്റ്റേജ് പറഞ്ഞാൽ എല്ലാ അവയവങ്ങളിലും അത് പോകാൻ പറ്റും. ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോഴും ഈ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഇഞ്ചക്ഷൻസ് അല്ലാതെ തന്നെ ഇപ്പോൾ പല ഇതുണ്ട്. ഇപ്പം നാനോ ലേസർ ആയിട്ട് കൊടുക്കാൻ പറ്റും, പല ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. പിന്നെ അടുത്ത ഒരു എക്സാമ്പിൾ ഫോട്ടോ തെർമൽ നാനോ ഷെൽസ് എന്ന് പറയും. ഈ നാനോ ഗോൾഡ്, സാധാരണ ഗോൾഡ് എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പോൾ പറയുന്നത് സാധാരണ ഗോൾഡ് നമ്മൾ മലയാണ്. ഇപ്പം ഈ നാനോ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. നാനോ ലെവലിൽ ഗോൾഡ് വരുമ്പോൾ ഈ നാനോ ലെവലിൽ ഏതൊരു മെറ്റലും നാനോ ലെവലിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എൻ്റർലി മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഒക്കെ ചേഞ്ച് ആയിരിക്കും. അപ്പോൾ നാനോ ഗോൾഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു നാനോ ബയോ സെൻസറാണ്. അതൊക്കെ നമുക്ക് ക്യാൻസറൊക്കെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ പറയുന്നത് ക്വാണ്ടം ഡോട്ട്സ് എന്നൊക്കെ പറയും, വേറൊരു ഏരിയയാണ്. ഈ ഫോട്ടോ തെർമൽ നാനോ ഷെൽസ് എന്ന് പറയുമ്പോൾ ഈ നാനോ ഗോൾഡ് ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നാനോ ഗോൾഡ് എന്ന് ബയോ കമ്പാക്റ്റബിൾ ആണ്, ബോഡി റിജക്ട് ചെയ്യില്ല. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ ബോഡിയിൽ ആ ക്യാൻസർ കോശങ്ങൾ അടുത്തെത്തുമ്പോൾ ഓരോ കോശങ്ങൾക്കും ഇത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഓരോ ക്യാൻസർ കോശങ്ങളുടെയും എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ത്രെഷോൾഡിൽ ബേസ്റ്റ് ചെയ്യും. അത്ര ഹീറ്റ് നമ്മളെ ബോഡിക്ക് കുഴപ്പമില്ല. കാരണം ഈ നാനോ ലെവലിൽ സബ് നാനോ സബ് ഫെൻഡോ ലെവലിലുള്ള ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹീറ്റ് പ്രൊഡ്യൂസ് ഓരോ കോശങ്ങളെ അത് റിസ്റ്റോർ ചെയ്യും. അത്ര സ്പെസിഫിക് ആണ്. DNA ആണ്. DNA ചേഞ്ച് വരുമ്പോൾ ഞാൻ ഒന്ന് ക്യാൻസർ റൂട്ടോടെ എടുത്ത് സാധാരണ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാൻസർ ട്രീറ്റ്മെന്റ് വലിയൊരു ആൽമരം ആകുമ്പോൾ നമ്മൾ ഈ റൂട്ടോടെ ഇപ്പം മാറ്റാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഈ ഒരു 4th സ്റ്റേജ് ആകുമ്പോൾ ഓൾറെഡി വ്യാപിച്ചു കഴിഞ്ഞല്ലോ. അപ്പം നമുക്ക് ഓരോ അവയവങ്ങളെ ഇങ്ങനെ മാറ്റാൻ പറ്റും. ഓരോ അവയവങ്ങളിലുള്ള ക്യാൻസർ കോശങ്ങളെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും ഈ ഇഞ്ചക്ഷൻ വെച്ച്. പിന്നെ എല്ലാ ഇഞ്ചക്ഷൻസും ഈ ലേസറും ഒക്കെ നാനോ ലേസേഴ്സ് ഒക്കെ വെച്ച് മാറ്റും. അതാണ് ഓരോ ഇതാണ്. കാരണം അപ്പം അത് എന്ന് പറഞ്ഞാൽ നമ്മൾ DNA ലെവലിലാണ്. അപ്പം അത്രയ്ക്കുള്ള പ്രൊസീജിയർ ടൈമിംഗ് മാത്രമേ വരണുള്ളൂ. അപ്പോൾ കുറച്ച് സിറ്റിംഗ് പേഷ്യൻ്റ് ഉള്ള ഡോക്ടേഴ്സുമായിട്ടുള്ള സിറ്റിംഗ് ഒക്കെ കുറച്ച് കൂടുവന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഇഞ്ചക്ഷൻ നമ്മുടെ ആ ഒരു സാധാരണ ഒരു ബോഡി ആയിരിക്കുമല്ലോ, അത് മാത്രമല്ല ക്യാൻസറും കൂടെ വന്ന് ആകപ്പാടെ അവസ്ഥ ഒരു ബോഡിയും കൂടി ആയിരിക്കാം. അത്രയും ഇഞ്ചക്ഷൻസ് അത്രയും പവർഫുൾ അല്ല. കാരണം ബോഡിക്ക് നാനോ ലെവലിൽ ഉള്ള ഗ്രാംസിലുള്ള ഇഞ്ചക്ഷനാണ്. അപ്പോൾ ബോഡി താങ്ങും. നമ്മളിപ്പോൾ എല്ലാം ഇപ്പോൾ ഒരു പാരസെറ്റമോൾ 500 മില്ലിഗ്രാം, ഇത് മില്ലിഗ്രാമിനെ കാട്ടിയും 1000 ഇരട്ടി കുറവാണ് നാനോ. 10⁻³ ആണ്. അപ്പോൾ ബോഡിക്ക് കുഴപ്പമില്ല. ഇപ്പോൾ നാനോ കാരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ DNA ലെവലിലുള്ള കറക്ഷൻ വരുമ്പം എല്ലാം ബോഡി എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ വലിയ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ആൽമരം. ഇപ്പം നമ്മൾ ഒരു ആൽമരം ഇപ്പോഴത്തെ ഉള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൽമരത്തിൻ്റെ ചില്ലകളും നമ്മൾ അതിൻ്റെ സ്റ്റെം എല്ലാം വെട്ടിക്കളയണതേ ഉള്ളൂ. വേരോടെ കിടക്കണം, വീണ്ടും ബോഡിക്ക് വരാം. അതാണ് ക്യാൻസർ റിലാപ്സ് പലർക്കും. നമ്മൾ സാധാരണ ഇപ്പോൾ നാനോ എന്ന് പറഞ്ഞാൽ വേരോടെ എടുത്ത് അങ്ങ് ലേസർ കത്തിച്ചാൽ കളയും. ക്യാൻസർ ഇസ് റൂട്ട് ഔട്ട്. പിന്നെ ക്യാൻസർ
നാനോ ടെക്നോളജി ആൻഡ് നാനോ ഓങ്കോളജി പുതിയൊരു വലിയ ഇമ്പാക്റ്റുള്ള വലിയൊരു ഏരിയയാണ്. അതിപ്പോൾ അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ യു എസിൽ തന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പ്രത്യേകിച്ച് സൈറ്റ്മാൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ യു എസിൽ അവർ സെൻറ്റ് ലൂയിസ് മിസോറിയിൽ ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കും എൻ്റെ ബ്രദറിനും നമ്മളൊരു പ്രോട്ടോക്കോളും അതും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫുള്ളും കേരളത്തിൽ അത് എത്തിയിട്ടുണ്ടോ? ഇല്ല, കേരളത്തിൽ നമുക്ക് വന്നിട്ടില്ല. നമ്മൾ കുറച്ച് അവരുമായിട്ട് വെളിയിൽ യു എസും യൂറോപ്പും ആയിട്ടുള്ള കൊളാബറേറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഉള്ള കുറച്ച് അതായത് നമുക്ക് ഇത് എങ്ങനെയാണ് അതിന്റെ ആ ഒരു കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? കോസ്റ്റ് മേഡം കാരണം പറഞ്ഞാൽ ഈ നാനോ വരുമ്പോൾ എല്ലാവരും വിചാരം കോസ്റ്റ് ഭയങ്കരമായിരിക്കും. നമ്മളിപ്പോൾ ഇല്ല കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നാനോ ഇപ്പോൾ ക്യാൻസർ നാനോ ടെക്നോളജിയുടെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നാനോ ഓങ്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഫോട്ടോ കോപ്പി മെഷീൻ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു വാങ്ങിക്കുന്ന കോസ്റ്റേ ഉള്ളൂ. ഫോട്ടോസ്റ്റാറ്റ് $1, $2, $3, $4 4 എടുക്കാം, എല്ലാവർക്കും എടുക്കാം. ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഓൾറെഡി പറഞ്ഞു ഇത് യു എസിലാണ് കൂടുതലും നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള VIP ഒക്കെ അമേരിക്കയിലൊക്കെ പോയി ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഈ ഒരു നാനോ ടെക്നോളജിയുടെ തന്നെ അല്ലല്ല. ഇപ്പൊ നാനോയിലെ ട്രീറ്റ്മെന്റ് ഷെഡ്യൂൾ വന്നിട്ടില്ല. അവർ ക്ലിനിക്കൽ ട്രയൽസ് ഫേസ് 1 2 3 4 ഇപ്പൊ 3 4 ഓൾമോസ്റ്റ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 1-2 കൊല്ലം കഴിഞ്ഞാൽ എല്ലാം കൊണ്ടിരിക്കും. യു എസിന് അമേരിക്കൻ ഡിഫൻസ് ആയാലും അവർ പല ടെക്നോളജിയും അവർ പെട്ടെന്ന് വെളിവിടാറില്ല. അവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ഇപ്പം തന്നെ നമുക്കൊരു എക്സാമ്പിൾ തന്നെ ഇറാൻ US വാർ. ഇപ്പം നമ്മൾ വെളിയിൽ ഇറാൻ US വാർ ഇപ്പം ഇസ്രയേലൊക്കെ ഉള്ള വാർ കാണുന്ന പോലെയല്ല അടിയിൽ വേറെ പല നെഗോസിയേഷൻസ് നടക്കുന്നുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റില്ല. അതേപോലെ തന്നെ പല ടെക്നോളജിയും അവർ ആ ടൈമിങ്ങിന് മാത്രമേ ഇറക്കാറുള്ളൂ. ഇത് ഓൾമോസ്റ്റ് ഒരു ക്ലിനിക്കൽ ട്രയൽസ് ഫേസ് 4 ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഹ്യൂമൻ ട്രയൽസ് അവർ കഴിഞ്ഞ് അവരത് ചെയ്യും. ഹ്യൂമൻ ട്രയൽസ് ഇപ്പോൾ US ചെയ്യാൻ സമ്മതിക്കില്ലെങ്കിൽ അവർക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെയാണ് കൂടുതലും. ഏഷ്യ എവിടെയും ചെയ്യാറുണ്ട്. ഏഷ്യയിലും ഞാൻ പറയാറ് ഇപ്പം നമുക്കത് സമ്മതിച്ചാലേ പറ്റും. എല്ലായിടത്തും അവർ ചെയ്യാറുണ്ട് അവർ. അപ്പം അവർ വേറൊരു ഇതാണ്. ഇപ്പം ഹ്യൂമൻ ട്രയൽസിൻ്റെ ആവശ്യമില്ല. AI വന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ തന്നെ ഇത് നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും AI ഹ്യൂമൻ ട്രയൽസിനെ കാട്ടി പെർഫെക്റ്റ് ആയിട്ട് സിമുലേറ്റ് ചെയ്യും. അത് ഹ്യൂമൻ ട്രയൽസ് അതുകൊണ്ട് ഇപ്പോൾ ഒരു 2 കൊല്ലം മുമ്പ് തന്നെ ഹ്യൂമൻ ട്രയൽസ് എല്ലാവരും നിർത്തി. അത് അനിമൽ മോഡലിലും ഇല്ല. അല്ലെങ്കിൽ പിന്നെ അനിമൽസിനെ റീസസ് മങ്കിയും ഗിനി പിഗ്സിനെയൊക്കെ നമുക്ക് അതെല്ലാം നിർത്തി. ഇപ്പം നാനോ വരുമ്പോൾ എല്ലാം നാനോ AI എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പൊട്ടൻ്റ് ഏരിയയാണ്. പ്രത്യേകിച്ച് ക്യാൻസറിന്, പ്രത്യേകിച്ച് ഈ ഗ്ലയോബ്ലാസ്റ്റോമ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റൂട്ട് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഗ്ലയോബ്ലാസ്റ്റോമയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നാനോ ലെവലിൽ മാത്രമേ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുള്ളൂ. ക്രോസ് ചെയ്ത് അകത്ത് പോവുള്ളൂ. നാനോ ലെവലിൽ മാത്രമേ അകത്തോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും. നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ബ്രെയിൻ ട്യൂമേഴ്സ് ഇതിനൊക്കെ ഓൾമോസ്റ്റ് 99.910% സക്സസ് ആണ്. അത് അവരെല്ലാം എപ്പോഴായിരിക്കും ഡോക്ടർ ഇത് എപ്പോഴായിരിക്കും നമ്മുടെ കേരളത്തിലേക്ക് വരാനുള്ള ഒരു ചാൻസ്? സാധാരണ ഇവിടെ ഇപ്പോൾ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ പണ്ടൊക്കെ US വന്നു കഴിഞ്ഞാൽ 3-4 കൊല്ലമാണ്. ഇപ്പോൾ US വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ US യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ഇന്നോവേഷൻസ് ഫുള്ളും വെസ്റ്റേൺ കൺട്രീസിലാണ് നടക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഇല്ലെന്നല്ല, നമ്മൾ അത്ര പോരാ. നമ്മളത് സമ്മതിച്ചാൽ പറ്റുള്ളൂ നമ്മൾ മെഡിക്കലി. ഇപ്പം എനിക്ക് നല്ല അവിടുത്തെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടും നമുക്ക് കൊളാബറേറ്റീവ് ഒരു വർക്കുകളുണ്ട് വെളിയിൽ. അപ്പം വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 6 to 8 വീക്സിനും ആ ടെക്നോളജി ഇവിടെ വരും. ഇപ്പോൾ ഒരു ഗ്ലോബൽ വില്ലേജ് ആണ്. അവിടെ ഓൾറെഡി വന്ന് ചികിത്സ തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് അവർ ഹ്യൂമൻ ഫേസിൽ വന്നിട്ടില്ല. ട്രയൽസിൽ ഓൾമോസ്റ്റ് തീരാറായതേ ഉള്ളൂ. ഈ ഫോട്ടോതെർമൽ നായോമി ഹാലിസ് എന്ന് പറഞ്ഞാൽ റൈസ് യൂണിവേഴ്സിറ്റി ടെക്സസിലാണ്. അതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ്. പിന്നെ ഇതുപോലെ തന്നെ ക്യാൻസർ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യണം. നമുക്ക് പലവരും ഇപ്പോൾ CA ബ്രസ്റ്റ് ആയാലും ഇപ്പം ഇത് നമ്മുടെ ആണുങ്ങളുടെ ലങ്ങിൽ CA ലങ് ആയാലും ഇത് പ്രോസ്റ്റേറ്റ് ആണുങ്ങളാണ്. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ അതിനെ നമ്മൾ ഡിറ്റക്ട് എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ നാനോ ബയോസെൻസസ് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയും. എന്താണ് ഈ ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ 10⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ ഒരു സെമി കണ്ടക്ടർ ഒരു സെൻസറാണ്, നാനോ ബയോ സെൻസറാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ തൊലിപ്പുറത്തിൻ്റെ ഇടയിൽ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ബയോ കമ്പാക്റ്റബിൾ ആണ്. അല്ലെങ്കിൽ ലേഡീസിനാണെങ്കിൽ ബാംഗിൾസിൽ ഇപ്പം വളയിലിടാം. നമ്മളിപ്പം ബാംഗിൾസ് അങ്ങനെ തൂക്കിയിടാം. ഇപ്പോൾ ഇത് നമ്മൾ ഈ ബോഡിയിൽ എന്ത് കാർസിനോമാറ്റിക് ചേഞ്ച് വന്നാലും അത് ഡിറ്റക്ട് ചെയ്യാം. അപ്പം തന്നെ നാനോ ലെവലിലുള്ള ചേഞ്ചസ് അപ്പം ഡിറ്റക്ട് ചെയ്യും. ഡോക്ടർ, ഇപ്പോൾ ക്യാൻസറിന് വാക്സിനേഷൻ വരുന്നുണ്ട് എന്ന് പറയുന്നത്. ക്യാൻസർ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ മേഡം അതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഒരു വാക്സിൻ, അത് ആൻറ്റിവൈറലാണത്. അതുപോലെ നമ്മൾ ലേഡീസ് എടുക്കണം. കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ HPV വൈറസ് ആണ് ഏറ്റവും കൂടുതൽ ത്രോട്ട് ക്യാൻസർ CA സർവിക്സ് വരണമെന്നാണ് പറയുന്നത്. വൺ ഓഫ് ദ റീസൺ. അപ്പോൾ അത്
ആന്റിവൈറൽ ക്യാൻസർ വാക്സിനാണ്. ഇത് ജനറ്റിക്കലി ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ റഷ്യ ഇറങ്ങണ കറക്റ്റാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്. അത് നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ച് വൈഡ് ആയിട്ടുള്ളൂ. അത് എടുക്കണം നല്ലതാണ്. അപ്പോൾ നമ്മൾ ക്യാൻസർ ബേസ്ഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു മോർ ദാൻ ഞാൻ പറഞ്ഞ പോലെ 99.99% ജനറ്റിക്കാണ്. ഈ ജനറ്റിക് മാനിപ്പുലേഷൻ ഉണ്ടാക്കുന്ന ഒരു റീസൺ നമ്മൾ ഹെറിഡിറ്ററി ആവാം, ജീൻസ് ആവാം, പിന്നെ ഒരു ടു സം എക്സ്റ്റെൻറ്റ് വൈറസ് ആവാം, ബാക്ടീരിയ ആവാം. അതൊക്കെ ഇൻഡയറക്റ്റ് കോസാണ്, ഡയറക്റ്റ് കോസ് അല്ല. വൈറസ് വേറെ വേറെ പല ലൈഫ് സ്റ്റൈലിനെ കൊണ്ടുവരണം. അത് ഇൻഡയറക്റ്റ് കോസാണ്, ഡയറക്റ്റ് കോസ് ഒന്നുമില്ല. അവിടെയും ഞാൻ പറഞ്ഞു ട്യൂമർ സപ്രസർ ജീനും ഓങ്കോ ജീനും അതിൻ്റെ ആൾട്രേഷൻ അനുസരിച്ചിരിക്കും. അതിൽ എല്ലാം ജനറ്റിക്കാണ്. അപ്പോൾ നമ്മൾ ജീൻ അത്രയും സ്ട്രോങ് ആയി ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ഈ 100 വയസ്സിൽ കൂടുതൽ ജീവിച്ച ആൾക്കാരെ പറ്റി വലിയൊരു സ്റ്റഡി നടക്കണം. അവരുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്ഷനാണ്. ഒരു ആൾട്രേഷൻസ് പോലും നാനോ ലെവലിൽ വലുതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നാനോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ക്യാൻസർ ഒരു 4th സ്റ്റേജിലായി കഴിഞ്ഞാൽ പോലും രക്ഷപ്പെടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അതൊരു ജനറ്റിക് ഏരിയ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിച്ചായിരുന്നു പറഞ്ഞു തന്നത് നമ്മുടെ ഡോക്ടർ അരുൺകുമാർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഉടനെ തന്നെ ഇത് കേരളത്തിലും എത്തട്ടെ, എല്ലാ ഹ്യൂമൻ ഫേസിലും എത്തട്ടെ. എത്തിക്കഴിഞ്ഞ് എന്താ പറയുക, ഈ ഒരു അസുഖം ബാധിച്ചിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇത് ഒരു ആശ്വാസമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എനിവേ അടുത്തൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു ഡോക്ടർ.